കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാകാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇനത്തിൽ തൊഴിലാളികൾക്ക് നൽകാനുള്ളത് 700 കോടിയോളം രൂപയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പണം നൽകാനാകാതെ നട്ടം തിരിയുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ഒരു വർഷത്തെ പെൻഷനും ആനുകൂല്യങ്ങളുമാണ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് കുടിശ്ശികയായിരിക്കുന്നത്. സംസ്ഥാനത്തെ 3,31,229 പേർക്ക് മാസം 1,600 രൂപ വീതമാണ് പെൻഷൻ നൽകേണ്ടത്. 2023 മാർച്ചിലെ പെൻഷനാണ് അവസാനമായി ലഭിച്ചത്. അതും 2024 മാർച്ചിൽ. പെൻഷനോടൊപ്പം വിവിധ ആനുകൂല്യങ്ങളും ഒരു വർഷമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. 20 ലക്ഷത്തിലധികം അംഗങ്ങൾ മാസം 50 രൂപ വീതം ക്ഷേമനിധി ബോർഡിലേക്ക് അംശാദായം അടച്ചിട്ടും ആനുകൂല്യങ്ങളും പെൻഷനും കൃത്യസമയത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. സെസ് പിരിച്ചെടുക്കുന്നതിലുൾപ്പെടെ സർക്കാരിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന ആരോപണം ശക്തമാണ്. സർക്കാരിന്റെയും ക്ഷേമനിധി ബോർഡിന്റെയും അനാസ്ഥ കാരണം ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ 2023 മാർച്ച് മാസം മുതലുള്ള പെൻഷൻ കൊടുക്കാനുണ്ട്. ഇപ്പം മൊത്തത്തിൽ ഒരു വർഷത്തെ പെൻഷൻ തന്നെ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. മറ്റ് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ, ചികിത്സാ ധനസഹായങ്ങളും മറ്റെല്ലാവിധ ധനസഹായങ്ങളും ഇപ്പോൾ കുടിശ്ശികയാണ്. കേരളത്തിൽ ഒട്ടനവധി ഫ്ലാറ്റുകൾ പൊങ്ങുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ സെസ് പിരിച്ചെടുത്താൽ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികൾക്ക് യാതൊരു പ്രയാസമില്ലാതെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും. പക്ഷേ ഇത് കാര്യക്ഷമമായി പിരിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ്. സർക്കാർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 2016 വരെ 500 കോടിയിലധികം രൂപ ബാങ്ക് നിക്ഷേപം ഉണ്ടായിരുന്ന ക്ഷേമനിധി ബോർഡാണ് ഇന്ന് 700 കോടിയോളം രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. അത് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ജനം, കോഴിക്കോട്.